വാങ്ങിയാൽ ലാഭമാണോ അതോ നഷ്ടമാണോ? ആ സംശയമില്ലാത്തവർ ആരും കാണില്ല. വണ്ടി വാങ്ങുമ്പോൾ വലിയ തുക നൽകേണ്ടി വരുമെങ്കിലും സർക്കാർ നൽകുന്ന സബ്സിഡി കിട്ടിക്കഴിഞ്ഞാൽ സംഗതി ലാഭമാണ്. 2026 ഇലക്ട്രിക് വണ്ടികൾ വാങ്ങുന്നവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ പദ്ധതിയാണ് PM E-ഡ്രൈവ്. മുമ്പുണ്ടായിരുന്ന ഫെയിം പദ്ധതിക്ക് പകരമായാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുവഴി ഇലക്ട്രിക് 2 ചക്ര വാഹനങ്ങൾക്കും 3 ചക്ര വാഹനങ്ങൾക്കും വലിയ ഇളവ് ലഭിക്കും. നിങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് വാങ്ങുന്നതെങ്കിൽ അതിന്റെ ബാറ്ററിയുടെ ശേഷി അനുസരിച്ചാണ് സബ്സിഡി ലഭിക്കുക. ഉദാഹരണത്തിന് 1 കിലോവാട്ട് അവർ ബാറ്ററിക്ക് 5000 രൂപ എന്ന കണക്കിൽ 10000 രൂപ വരെ ഇപ്പോൾ കേന്ദ്രം നേരിട്ട് കുറച്ചു നൽകുന്നുണ്ട്. വണ്ടി വാങ്ങുന്ന കടയിൽ നിന്ന് തന്നെ ഈ തുക കുറച്ചുള്ള വിലയ്ക്ക് നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാം. രണ്ടാമത്തെ കാര്യം നമ്മുടെ കേരള സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളാണ്. കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് റോഡ് ടാക്സ് അഥവാ നികുതിയിൽ വലിയ ഇളവുകൾ നൽകുന്നുണ്ട്. 5 വർഷത്തേക്ക് നികുതി അടയ്ക്കേണ്ടതില്ലാത്ത സാഹചര്യങ്ങൾ പല വാഹനങ്ങൾക്കുമുണ്ട്. ഇത് വണ്ടി വാങ്ങുന്നവർക്ക് വലിയൊരു ലാഭമാണ്. കൂടാതെ വണ്ടി വാങ്ങാൻ ബാങ്ക് ലോൺ എടുക്കുന്നവർക്കും പലിശയിൽ ഇളവുകൾ നൽകുന്ന പ്രത്യേക പദ്ധതികൾ KCB വഴിയും മറ്റ് ഏജൻസികൾ വഴിയും നടപ്പിലാക്കി വരുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പറയാനുള്ളത് സോളാർ ഘടിപ്പിച്ച വീടുകളെ കുറിച്ചാണ്. നിങ്ങളുടെ വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യുന്നത് സൗജന്യമായി മാറും. ഇതിനായി പ്രത്യേകമായി സോളാർ പാനലുകൾ വെക്കാൻ സർക്കാർ ഇപ്പോൾ PM സൂര്യഘർ പദ്ധതി വഴി വലിയ തുക സബ്സിഡി നൽകുന്നുണ്ട്. ഇങ്ങനെ വണ്ടി വാങ്ങുമ്പോഴും അത് ഓടിക്കുമ്പോഴും നമുക്ക് പണം ലാഭിക്കാം. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാ ഇലക്ട്രിക് വണ്ടികൾക്കും സബ്സിഡി ലഭിക്കില്ല. സർക്കാർ അംഗീകരിച്ച കമ്പനികളുടെയും മോഡലുകളുടെയും പട്ടികയുണ്ട്. അതുകൊണ്ട് വണ്ടി ബുക്ക് ചെയ്യുന്നതിന് മുൻപ് ഈ മോഡലിന് സബ്സിഡി ഉണ്ടോ എന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണം. അതുപോലെ ഒരു വ്യക്തിക്ക് ഒരു ഇലക്ട്രിക് വണ്ടി മാത്രമേ സാധാരണഗതിയിൽ സബ്സിഡി ലഭിക്കൂ. നിങ്ങളുടെ ആധാർ കാർഡ്, വിലാസം തെളിയിക്കുന്ന രേഖ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ കൃത്യമായി നൽകണം. സബ്സിഡി തുക പലപ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഷോറൂം വഴി വിലയിൽ കുറച്ചോ ആണ് ലഭിക്കുക. 2026 പുതിയ നിയമപ്രകാരം വണ്ടി വാങ്ങുന്ന സമയത്ത് തന്നെ ഡിജിറ്റലായി സബ്സിഡി വൗച്ചറുകൾ ക്ലെയിം ചെയ്യാനുള്ള സംവിധാനം പലയിടത്തും വന്നിട്ടുണ്ട്. ഇലക്ട്രിക് വണ്ടി വാങ്ങുമ്പോൾ ബാറ്ററി വാറണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ചുരുങ്ങിയത് 3 വർഷമെങ്കിലും ബാറ്ററിക്ക് ഗ്യാരണ്ടി നൽകുന്ന വണ്ടികൾ മാത്രം തിരഞ്ഞെടുക്കുക. ചാർജിംഗ് സ്റ്റേഷനുകൾ ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും വരുന്നുണ്ട്. KCBയുടെ ആപ്പ് വഴി നിങ്ങൾക്ക് അടുത്തുള്ള ചാർജിംഗ് പോയിന്റുകളും കണ്ടെത്താം. നിങ്ങളൊരു പുതിയ വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ പരമാവധി ഉപയോഗിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ അടുത്തുള്ള RTO ഓഫീസുമായോ അംഗീകൃത വാഹന ഡീലർമാരുമായോ ബന്ധപ്പെടുക. നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക.